വറഹ്മത്തുള്ളാഹി. IAME സംഘടിപ്പിക്കുന്ന ഖുർആൻ ഫെസ്റ്റിൽ ഒരു കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആനക്കലഹ സംഭവത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ക്രിസ്തുവർഷം 571 നമ്മുടെ നബി തങ്ങൾ ജനിക്കുന്നതിന് 50 ദിവസങ്ങൾക്ക് മുമ്പ് നടക്കുന്ന പ്രസിദ്ധമായ സംഭവമാണ് ആനക്കലഹം. ഹിജറ വർഷം നിലവിൽ വരുന്നത് വരെ അറബികൾ കാലനിർണയത്തിന് ഉപയോഗിച്ചിരുന്നത് ആനക്കലഹ സംഭവമായിരുന്നു. ആമൽ ഫീൽ അഥവാ ആനവർഷം എന്നാണ് ഈ വർഷത്തെ അറബികൾ വിളിച്ചിരുന്നത്. അത്രയേറെ സുപ്രധാന സംഭവമാണിത്. വിശുദ്ധ ഖുർആനിൽ 105-ാം അധ്യായമായ സൂറത്തുൽ ഫീലിൽ ഇത് ഹ്രസ്വമായി പറയുന്നുണ്ട്. അത് എന്താണെന്നറിയാമോ? അബ്സീനിയൻ സാമ്രാജ്യത്തിൽ യമൻ ഭരിച്ചിരുന്നത് അബ്രാഹത്ത് രാജാവായിരുന്നു. അദ്ദേഹം അവിടെ വലിയ ഒരു ദേവാലയം പണിതു. അക്കാലത്ത് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് മക്കയിലെ കഅബയ്ക്ക്. സമ്മാനമായി ഇതിനെ ഉയർത്തണമെന്ന് അബ്രാഹത്ത് രാജാവ് ചിന്തിച്ചു. എന്നാൽ അദ്ദേഹം നിരാശനായി. അങ്ങനെ കഅബ പൊളിച്ചു കളയാൻ വലിയ ആനകളടങ്ങുന്ന സംഘവുമായി പുറപ്പെട്ടു. എന്നാൽ കഅബയുടെ സമീപത്തിലെത്തിയ ആനകൾ മുട്ടുകുത്തി. അപ്പോൾ സൈന്യത്തിന് മേളിൽ കൂടി അബാബിൽ പക്ഷിക്കൂട്ടങ്ങൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അവയുടെ ചുണ്ടുകളിലും കാലുകളിലും അല്ലാഹു കൊടുത്തുവിട്ട നരകത്തിലെ ചുട്ടുപഴുത്ത കല്ലുകളായിരുന്നു. സൈന്യത്തിന്മേൽ അവർ വർഷിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് ആനപ്പട ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആയിത്തീർന്നു. ഇതിനു മുമ്പ് കഅബ സംരക്ഷകൻ കഅബയെ സംരക്ഷിക്കുമെന്ന് ഖുറൈശി കാരണത്താൽ പറഞ്ഞിരുന്നു. അപ്പോൾ അബ്രാഹത്ത് രാജാവ് പുച്ഛിക്കുകയാണ് ചെയ്തത്. നോക്കൂ കൂട്ടരെ, അഹങ്കാരത്തിന് അല്ലാഹു കൊടുത്ത ശിക്ഷ നാം ആരും അഹങ്കരിക്കാതിരിക്കുക. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next, chess